ഉപവാസ പ്രാർത്ഥന നടക്കുക എന്ന് പറയും. बस ने मुझे फोन करके बोला है कि हमारा यहाँ उपवास प्रार्थना चालू है, इसलिए मुझे थोड़ा मदद करना है। ഞാനാണ് എനിക്ക് അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് കാത്തിരിക്കുക. नहीं तो मुझे अवसर नहीं मिला है करके इंतजार कर रहा हूँ, കാരണം എന്റെ ഹൃദയത്തിന്റെ ആശയം 10 പേരോട് പറയാൻ എങ്ങനെ വഴിയെ നോക്കിയാ ഞാൻ നടക്കുന്നത്. क्योंकि मेरा हृदय का जो इच्छा है, वो जो आशा है, वो 10 लोगों से कैसा बात करूं, मैं इंतजार कर रहा हूँ। ജീവൻ പോകുന്നത് വരെ കർത്താവിന് വേണ്ടി ഇത് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണം. जब तक जीवित रहे तब तक ऐसा ही भोगते रहना है। ഷുഗർ ഈ പ്രാവശ്യവും 539 വരെ വന്നതായിരുന്നു. इस समय में भी शुगर 530 तक पहुंच गया था। അത് ഇന്നലെ നോക്കിയപ്പോ 100-ലായി. 100. कल मैं चेक करने के समय वो 100 में पहुंच गया है। 2 നേരം ഗുളിക തിന്നാൻ പറഞ്ഞു, അത് 1 നേരമാക്കി. दो टाइम दवाई खाने के लिए बोला था, लेकिन अभी 1 टाइम कर दिया है। 1 നേരമാക്കിയിട്ട് 100 വന്നു ഷുഗർ ലെവൽ. एक बार करने से भी 100 में आया है अभी शुगर का लेवल। അപ്പൊ എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് അങ്ങനെ മനസ്സിലാകുക. तो मुझे समझ में आया है कि परमेश्वर को मुझसे जरूरत है। പിന്നെ അഹങ്കരിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് മേലോട്ട് പോകും, പിന്നെ താഴോട്ട് വരും. कभी कभी ऐसा ऊपर जाता है और नीचे भी आता है। അത് ദൈവത്തിന്റെ ഒരു ദയയായിട്ട് ഞാൻ കരുതുന്നു. तो परमेश्वर का दया है करके मैं समझ रहा हूँ। അതുകൊണ്ട് ഈ വചനത്തിന് ഭയങ്കര ശക്തി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. इसीलिए ये वचन में बहुत सारे हियाब रहता है, मैं जानता हूँ। ദൈവത്തിന്റെ കരുണ കൂടെ ഇരിക്കട്ടെ. परमेश्वर की दया हमारे साथ बनी रहे। 2025 ഇങ്ങനെ തീരാൻ പോവാ. 2025 अभी खत्म हो रहा है। എല്ലാ സഭകളിലും ഉപവാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക. सभी कलीसिया में उपवास प्रार्थना ये सब हो रहा है। ഒടുവിലാണ് ഈ ജാഗ്രത വരുന്നത്. आखिरी समय में जागृति होता है। ദൈവം നമ്മളെ ഓർക്കുന്നു. परमेश्वर हमें याद करता है। തോമസ് പാസ്റ്റർക്ക് കിട്ടിയ ദർശനമാണ് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരുങ്ങിയത്. को मिला हुआ एक दर्शन है, ऐसा एक प्लेटफॉर्म हमारे लिए तैयार हुआ है। ഇത്രയും പേരെ വീഡിയോയിൽ കാണാൻ കൃപ ലഭിക്കുന്നത് തന്നെ മറ്റൊരു ഭാഗ്യമാണ്. इतना लोगों को वीडियो में देख सकता है, वो सब और एक धन्य पद है। നമ്മുടെ കുഞ്ഞുങ്ങള് തലമുറകൾ വന്ന് പാടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും. हमारे जो पीढ़ियां बच्चे लोग आकर गीत गाने के समय बहुत आनंद होता है। എന്റെ മകള് കുടുംബം കൂടുന്നതായ സഭയിൽ കഴിഞ്ഞ 21 ദിവസത്തെ ഉപവാസമായിരുന്നു. बच्चों का बेटी जो जाते हुए कलीसिया में गया दिन 21 दिन का उपवास प्रार्थना चल रहा था। എന്റെ മരുമോനും ഉപവാസമായിരുന്നു. पास्टर के जवाई भी उपवास में थे। എന്റെ കൊച്ചുമോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. पास्टर का जो पोती है वो 9वीं क्लास में पढ़ाई कर रहा है। അവളോട് ആരും പറഞ്ഞ് നിർബന്ധിച്ചില്ല. उन्हें कोई ऐसा जबरदस्ती नहीं किया। ഒരാഴ്ച ഓരോ നേരം ഭക്ഷണം കഴിച്ച് ഉപവസിച്ചു. उसने 1 हफ्ता 1 टाइम खाना खा के उपवास किया। വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് വേണ്ടാന്ന് വെച്ച് 3 ദിവസം കഠിന ഉപവാസം എടുത്തു. शुक्रवार शनिवार उनको क्लास था, लेकिन उसको क्लास कैंसिल करके क्लास में नहीं जाते हुए 3 दिन कठिन उपवास में बैठ गया। ഞാന് ഭയങ്കര സന്തോഷത്തിലാണ് ആ കാര്യത്തില്. उस बातों में मैं बहुत आनंदित हुआ है। ഇന്നത്തെ കാലത്ത് കൊച്ചു പിള്ളേരെ ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ സഭാരാധനയ്ക്കൊന്നും കിട്ടത്തില്ല. आज के जमाने में जो बच्चे लोग हैं उनको उपवास प्रार्थना में शामिल होना, कलीसिया में संडे आराधना को आने का भी उन्हें नहीं मिल रहा है। നമ്മുടെ ഭവനത്തിൽ ആരാധനയുടെ അന്തരീക്ഷമുണ്ട്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം നമ്മുടെ ചുറ്റും വന്നിരിക്കും. हमारा परिवार में अगर आराधना का मौसम होता है तो हमारा बच्चे लोग नाती पोता भी हमारे पास आके बैठ जाएंगे। അതൊരു സൗഭാഗ്യമാണ്. वो सबसे बड़ा एक सौभाग्य है। ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर का अनुग्रह के लिए हमें समर्पण किया जाए। ഇന്ന് ഞാൻ ഒരു തിരുവചനത്തിന്റെ ചില ക്രമീകരണങ്ങള് പറയാനാണ് താല്പര്യപ്പെടുന്നത്. आज ये वचन का कुछ क्रमीकरण, कुछ बराबर ले आना है, उसी विषय के बारे में बात करना चाहता हूँ। എബ്രായ ലേഖനം 10ാം അധ്യായത്തിന്റെ 39ാമത്തെ വാക്യം ആദ്യം വായിക്കാം. इब्रानियों के पत्री 10वां अध्याय उसका 39 वचन हम पहले पढ़ेंगे। എബ്രായ ലേഖനം 10ന്റെ 39ാമത്തെ വാക്യം വായിച്ചിട്ട് 12ാം അധ്യായം 1ാം വാക്യമാണ് അതിന്റെ ബാക്കിയായിട്ട് വരുന്നത്. इब्रानियों के पत्री 10वां अध्याय उसका 39 आयत से पढ़ेगा और उसके बाद उनके जो बाकी आता है उसके 12 अध्याय। 11ാം അധ്യായം വരുന്ന മറ്റൊരു ഭാഗമായിട്ടാണ് വരുന്നത്. क्योंकि 11वां अध्याय आता है दूसरे एक भाग बन के आता है। അപ്പൊ 39ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്. 39 आयत में हम ऐसा पढ़ते हैं कि നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല,
पर हम हटने वाले हैं नहीं, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്ര ആകുന്നു എന്ന് വായിച്ചിട്ട് कि नाश हो जाए, पर विश्वास करने वालों है कि प्राणों की बचाए। ऐसा हम पढ़ने की बात 12ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിലാണ് അതിന്റെ ബാക്കി വരുന്നത്. 12 अध्याय उसके पहले आयत में उसके बाकी लिखा है। ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറഞ്ഞു. इस कारण जबकि गवाहों की ऐसा बड़ा बादल हमको घेरे हुए है, तो आओ हर एक रोकने वाले वस्तु और उलझाने वाले पाप को दूर करके वह दौड़ जिसमें हमें दौड़ना है, धीरज से दौड़ो करके कहते हैं। ഇതുപോലെ എഴുതിയൊരു ഭാഗമാണ് റോമ ലേഖനം 8ാം അധ്യായത്തിന്റെ 39ന്റെ ബാക്കി 12ാം അധ്യായം 1ാം വാക്യമാണ്. वैसा ही रोमियो का पत्री में हमें जो 8वां अध्याय में आखिरी में लिखकर और उसका बाकी जो लिखा हुआ उसकी 11 अध्याय में ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് വായിച്ചിട്ട് 12ാം അധ്യായം 1ാം വാക്യമായി ബാക്കി വായിക്കണം. क्योंकि वहां पर लिखा है जो ऊंचाई हो, जो गहराई हो या नीचाई हो, ये दुनिया का हो, जो आने वाला हो, कोई भी मुझे परमेश्वर का प्रेम से अलग नहीं कर सकता हूं करके कहने की बात 12 अध्याय में उसके बारे में शुरू किया हुआ है. 12-1 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കണമെന്ന് പറഞ്ഞു. 12 अध्याय उसके पहले आयत में ऐसा लिखा है कि इसलिए हे भाइयों, मैं तुमसे परमेश्वर की दया स्मरण दिलाकर विनती करता हूं कि अपने शरीरों को जीवित और पवित्र और परमेश्वर के भौदा हुआ बलिदान करके चढ़ाओ, यही तुम्हारी आत्मिक सेवा है. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 19ാം അധ്യായത്തിന്റെ 1ാം വാക്യം വായിച്ചതിന് 19ാം അധ്യായം വായിച്ചതിന് ശേഷം ബാക്കി സംഖ്യാപുസ്തകം 10ാം അധ്യായത്തിന്റെ 11ാം വാക്യത്തിലാണ് അതിന്റെ ബാക്കി വരുന്നത്. वैसा ही निर्गमन का किताब हम पढ़ेंगे, उसका जो 19वां अध्याय उसका 19वां अध्याय पढ़ेगा, उसकी बाकी जो लिखा हुआ है जो गिनती के किताब में 11ാം അധ്യായത്തിലെ വാക്യമാണ് 10ാം അധ്യായം 11ാം വാക്യമാണ് അതിന്റെ ബാക്കി വരുന്നത്. उसके बाकी जो गिनती का किताब 10वां अध्याय उसके 11 आयत में लिखा हुआ है. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. इधर जो लिखा है निर्गमन की किताब 19वां अध्याय में, इसराइलियों को मिस्र देश से निकालते हुए जिस दिन 3 महीने बीत चुके हैं, उसी दिन वे सीनाई जंगल में आए. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ വന്നു. वह रहीम से निकल के അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. നെറ്റ് പോയോ ഭാഷ? അവിടെ പർവ്വതത്തിനെതിരെ പാളയമിറങ്ങി. वहां पर जिस पर्वत है जो हमें वही पर्वत के आगे इसराइली छावनी डाली. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ചോരത്തളി ആചരിച്ച അന്ന് മുതൽ 47ാമത്തെ ദിവസമാണ് ഈ സീനായി പർവ്വതത്തിൽ താഴ്വരയില് ഇവര് പാളയമിറങ്ങിയത്. जो इसराइल मिस्रैम में जो अपने लहू के छिड़काने से बचकर निकल के आया, उसका 140 दिनों में ये पहाड़ के पास आके वहां पर उन लोग छावनी डाली. അത് സംഖ്യാപുസ്തകം 10ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം വന്നപ്പോൾ गिनती का किताब 10वां अध्याय उसके 11 आयत में आने के समय, അനന്തരം 2ാം സംവത്സരം 2ാം മാസം 20ാം തീയതി മേഘം സാക്ഷ്യനിവാസത്തിന്റെ മേൽ പൊങ്ങി എന്നാണ് വായിക്കുന്നത്. और दूसरे वर्ष के दूसरे महीने के 20वें दिन को बादल साक्षी के निवास पर से उड़ गया.
അപ്പോൾ അവിടെ 11 മാസവും 20 ദിവസവും സീനായി താഴ്വരയിൽ അവർ താമസിച്ചു. यहाँ पर जो सीनाई पर्वत के नीचे उन लोग 11 മാസവും 20 ദിവസവും 11 महीना और 20 दिन वहां पर रहने पाया. അപ്പോൾ ഒന്നിന്റെ പുറകെ വരുന്നത് പോലെ അല്ല ബൈബിളിന്റെ എഴുത്ത്. जो एक के नीचे जैसा आते हुए जैसा नहीं है बाइबल का जो लिखा हुआ. ഒന്നിന് ബാക്കി വരുന്നത് വേറൊരു ഭാഗത്താ ബാക്കിയായിട്ട് വരുന്നത്. एक का जो बाकी दूसरे एक जगह में लिखा हुआ है. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചത് ഇങ്ങനെയാണ്. हम इब्रानियों के पत्री से हम ऐसा पढ़ा था. എബ്രായ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യത്തില് 10वां अध्याय 39 आयत में हम ऐसा पढ़ा. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, पर हम हटने वाली की नाश की हो जाए पर വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. पर विश्वास करने वाले हैं कि प्राणों की बचाए. 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് എഴുതിയിരിക്കുന്നത്. 11 जो अध्याय लिखा हुआ है विश्वास के वीर लोगों के बारे में. അത് 11-ാം അധ്യായം മുഴുവൻ ആ കാര്യമാണ് പറഞ്ഞത്. और 11 अध्याय पूरी तरफ से लिखा है. എന്നാൽ ആ 39-ന്റെ ബാക്കി 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ लेकिन ये इब्रानी 10 का 39 आयत पड़ेगा. उसका जो बाकी इब्रानी के 12 अध्याय में लिखा हुआ है. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നെന്ന് പറഞ്ഞു. हमारा ऐसा लिखा है कि इस कारण जबकि गवाहों की ऐसा बड़ा बादल हमको घेरे हुए हैं. ആ സമൂഹം എന്താണെന്ന് 22 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 22 മുതൽ उस समाज क्या है, उस जो भीड़ क्या है करके 22वां आयत से लिखा हुआ है. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വ സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും പിന്നെ താഴോട്ട് പട്ടിക പറയുന്നുണ്ട്. पर तुम सियोन के पहाड़ के पास और जीवित परमेश्वर के नगर स्वर्गीय यरूशलेम के पास और लाखों स्वर्गदूत और उन पहलोटन की जो साधारण सभा और कलीसिया जिनके नाम से स्वर्ग में लेके हुए ऐसा एक बड़ा संज्ञा नीचे दिया हुआ है. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും सभी लोगों का जो न्याय करने वाला अधिपति के पास സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും जो सिद्ध लोग है उसके धार्मियों का जो प्राणों के पास പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും और नई वाचा के जो मध्यस्थ यीशु ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. और छिड़काव के उस लहू के पास आए हो जो हाबिल के लहू से उत्तम बातें करता है. അപ്പോൾ വിശുദ്ധന്മാരുടെ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവജനം ദൈവത്തെ വിട്ട് പിന്മാറാൻ തുടങ്ങി. जो पहले का जो कलीसिया है जो पवित्र लोग है उसी समय उन लोग परमेश्वर से अलग होने लगा. ഇവരുടെ ഇടയിലും അശുദ്ധി സംഭവിക്കാൻ തുടങ്ങി. इनके बीच में भी अशुद्धि आने लगे हैं. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ സഭയ്ക്കകത്ത് വലിയ പ്രശ്നമുണ്ടായി. इसी कारण प्रेरितों के कामों में पड़ता है. हम कलीसिया के अंदर जो अशुद्धि आता है സഭയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. कलीसिया के अंदर बहुत कुछ गड़बड़ होने लगा है. അപ്പോൾ അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടി. अभी जो चेले लोग सब इकट्ठे हो गए. അവരൊന്നിച്ചു കൂടിയിട്ട് അവര് പ്ലാൻ ചെയ്തു. ഒരു പ്ലാനും നടക്കാതെ വന്നു. वह इकट्ठे होकर कुछ काम करने के लिए कोशिश किया है लेकिन उनके कुछ काम सफल नहीं होते हुए देखा है. കൊർന്നലിയോസിന്റെ കാലത്താണ് ജാതികൾ സഭയിലേക്ക് വരാൻ തുടങ്ങിയത്. कोर्नेलियुस के समय में जाति लोगों में से लोग कलीसिया में आने लगे हैं. യഹൂദന്മാർ അന്യഭാഷ പറഞ്ഞതുപോലെ അവര് പറയാൻ തുടങ്ങി. यहूदी लोग जैसे अन्य भाषा में बातें करने लगे हैं वैसा ही वो जाति लोग भी अन्य भाषा में बातें करने लगी हैं. ആ യഹൂദന്മാരുടെ ഇടയിൽ വന്ന് ആത്മീയ ഉണർവ് ജാതികളുടെ ഇടയിൽ വന്നു. उन यहूदी लोगों के बीच में आया हुआ जो आत्मिक जागृति है वो जातियों के बीच में भी प्रकट होने लगे. അപ്പോൾ വിളിച്ചു പറഞ്ഞു, നമ്മെ പോലെ അവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അതുകൊണ്ട് വെള്ളം വിലക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു.
तभी पत्रोस ने ऐसा कहा है कि जो हमारे जैसे आत्मिक अभिषेक पाया हुआ, ये वरदान पाया हुआ लोगों को बपतिस्मा ना देने के लिए पानी को कौन रोक सकता है। അപ്പോൾ പത്രോസ് പറഞ്ഞു അവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. अभी पत्रोस ने कहा है कि उन्हें बपतिस्मा दिलाओ। അവര് സഭയ്ക്കകത്ത് കടന്നുകൂടി. उन्होंने भी परमेश्वर के कलीसिया के अंदर आने लगे हैं। പക്ഷെ സഭയ്ക്കകത്ത് വന്നെങ്കിലും അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്, എന്നാൽ അവരുടെ സ്വഭാവം വിട്ടു കളഞ്ഞില്ല. लेकिन वह कलीसिया के अंदर आया है, अन्य भाषा और परमेश्वर के आत्मिक वरदानों में उन लोग आगे बढ़ते आया, लेकिन उनके स्वभाव नहीं बदला हुआ है। അവര് ആ പരമ്പരാഗതമായി കൊണ്ടുവരുന്ന സ്വഭാവം അവർ തുടർന്നുകൊണ്ടിരുന്നു. उनके जीवन में जो परंपरा से उन लोग अनुकरण करके आया हुआ उसी काम कलीसिया के अंदर वापस अनुकरण करने शुरू किया। സഭയ്ക്കകത്ത് വലിയ പ്രശ്നമായി. कलीसिया के अंदर बहुत सारे समस्या शुरू हो गया। അപ്പോസ്തലന്മാരെല്ലാരും ഓരോ കാര്യം പറഞ്ഞു, ആരും അംഗീകരിക്കുന്നില്ല. प्रेरित लोगों ने एक एक बातों कहने लगा, लेकिन कोई भी उनकी बातों को अंगीकार नहीं दिया। അപ്പോൾ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, तभी याकूब ने ऐसा कहा है, ജാതികളിൽ നിന്ന് വരുന്നവരെ അസഹ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. जाति लोगों में से उद्धार पाके आया हुआ लोगों को हम नहीं सताना है। അപ്പോൾ അവര് രക്തം, ശ്വാസം മുട്ടി ചത്തത്, വിഗ്രഹാർപ്പിതം, പരസംഗം ഇത് ഉപേക്ഷിക്കാൻ അവർക്ക് എഴുതാൻ പറഞ്ഞു. तभी उनको जो दिया हुआ कानून है, ताकि जो लहू के साथ मांस खाना और जो अपने आप मरा हुआ उसका मांस खाना और जो विचार के काम और मूर्ति पूजा के कामों से वो परे रखना। അത് സഭയ്ക്ക് ഇഷ്ടമായി. ये बातें कलीसिया को बहुत अच्छी लगी है। അപ്പോൾ അവർ കത്തെഴുതി സഭയ്ക്ക് കത്തെഴുതാൻ തുടങ്ങി. उन्होंने वहां से सारे कलीसियाओं को चिट्ठी लिखने शुरू किया। എന്നാൽ സമയം മുൻപോട്ട് പോകുമ്പോൾ ആ കാലയളവിൽ തന്നെ लेकिन समय आगे बढ़ते ही गया, उसी समय में അവര് പോയി കർത്താവിന്റെ മേശയിടക്കും ദുർഭൂതങ്ങൾക്ക് വെക്കുന്ന അവരുടെ പ്രസാദവും എടുത്തു തിന്നും. और लोग प्रभु भोज में जाके भोजन खाते हैं, वैसा भूतों के लिए जो आत्माओं के लिए रखा हुआ जो भोजन है वो भी खाने लगा है। അപ്പോൾ അത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞു. पहले कोरिन्थी 10वां अध्याय में पौलुस ने उसी के बारे में कहा है, നിങ്ങളുടെ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു. तुम जो प्रभु के मेज में और भूतों के मेज में भी भागीदार होता है वो मुझे पसंद नहीं है। അത് ജാതികൾ ബലി കഴിക്കുന്നത് ഭൂതത്തിനാ കഴിക്കുന്നെന്ന് പറഞ്ഞു. क्योंकि जाति लोग जो बलि चढ़ाता है वो भूतों के लिए, दुष्ट आत्माओं के लिए जो चढ़ाता है। നമ്മുടെ ഇടയിൽ ഉത്തരഭാരതീയരായ ദൈവദാസന്മാര് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. हमारे जो उत्तर भारत के कई सारे प्रभु के सेवक लोग हमारे बीच में है। അവരോടുമായിട്ടും പറയുന്നു, പ്രസാദത്തിനേച്ച് കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകരുത്. उन लोगों से भी मैं ये कहता हूँ, अब जो प्रसाद खाने की बात परमेश्वर का मेज के भागीदार नहीं होना है। അത് ജാതികൾ ബലി കഴിക്കുന്നതാണ്, അത് ഭൂതത്തിനാണ് കഴിക്കുന്നതെന്നാ പറഞ്ഞത്. वो जाति लोग बलि चढ़ाता है कि दुष्ट आत्माओं के लिए, അത് ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. उसी के द्वारा परमेश्वर का क्रोध भड़क जाता है करके वचन कहते हैं। അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭയ്ക്കകത്ത് ജാതി ആരാധനകളും വരാൻ തുടങ്ങി. जो पहले शताब्दी में ही कलीसिया के अंदर जातियों की आराधना आने लगी है। ഇവര് കാലനീക്കത്തിൽ പുറകോട്ട് മാറാൻ തുടങ്ങി. जो समय आगे बढ़ने से इन लोग पीछे पीछे जाना शुरू किया है। അതുകൊണ്ട് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, इसलिए पौलुस ने पत्रिया लिखने के समय ऐसा लिखा है, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ലെന്ന് പറഞ്ഞു. हम जो हटने वाला, जो नाश में जाने वाले लोग हैं उनके साथ नहीं है, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. हम जो विश्वास करने वाले हैं कि प्राणों को बचाने वालों के झुंड में है। നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ഓരോ ദിവസങ്ങളിലും. हम हर एक दिनों में हमारे जीवन में विश्वास होना जरूरी है। ഈ ബൈബിളിലെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് इस बाइबल में कुछ कामों और कुछ विषयों के बारे में जो लिखा हुआ है, കർത്താവായ യേശുക്രിസ്തു പീഡാകാലത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. प्रभु यीशु मसीह अपने जो हमें पीड़ा अनुभव करने के समय ऐसा कहा है, ജനത്തിന് നടുവിൽ പീഡയുണ്ടാകുമ്പോൾ लोगों के बीच में जब सताव आने के समय അവര് പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകട്ടെ, आमेन, वो पर्वत की और भाग जाने दो। അവര് വയലിലുള്ളവർ വീട്ടിൽ കയറാൻ വരരുത്. जो खेत में है वो घर में आने के लिए कोशिश ना करना।
ആ വലിയ പീഡകാലം ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. वो महापीड़ा होने के समय जो गर्भवती लोग हैं और दूध पिलाने वाले जो लोग हैं, बच्चों को दूध पिलाने वाले लोग हैं, उन लोगों के बारे में बहुत हाई करके कहा है। എന്നാൽ അത് തണുപ്പ് കാലത്ത് സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളാൻ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു. लेकिन वो बातें ठंडी के समय ना होने के लिए तुम प्रार्थना करो करके प्रभु यीशु ने कहा है। നമ്മൾ കാണുന്നത് ഉത്തര ഭാരതത്തിൽ പ്രത്യേകിച്ച് യു പിയിലും ജാർഖണ്ഡിലും അനധികൃത കെട്ടിടം പൊളിക്കുന്നത് തണുപ്പ് കാലത്താണ്. हम देखते हैं कि हमें उत्तर भारत में यूपी बिहार साइड में जो उनके घरों को तोड़ देता है ठंडी के समय है। ഇന്നും മലയാള മനോരമയിൽ യു പിയിൽ 300-ലധികം വീടുകൾ അവർ പൊളിച്ചു. आज के समय में भी यूपी में 300 से ज्यादा घरों को तोड़ दिया है। അപ്പോൾ ബൈബിളിൽ പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമാണ് ഇവരുടെ പ്രവർത്തികള്. जो बाइबल में लिखा हुआ है उसके विरोध में इन लोगों के काम चल रहा है। എന്നാൽ ഈ സമയം ദൈവത്തെ വിളിക്കുന്ന ദൈവമക്കള് ആത്മീക ശക്തിയോടുകൂടെ മുന്നേറണമെന്നാണ് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. लेकिन ये समय में परमेश्वर को पुकारने वाला परमेश्वर के बच्चे लोग आत्मिक शक्ति में बलवंत होकर आगे बढ़ना है। അപ്പോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. हम नाश में जो नाश होकर पीछे हटने वाला झुंडों में नहीं है। വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. विश्वास करके जीवन के जो बचाव के प्राणों को बचाने वालों के साथ में है करके वचन करते കാരണം हैं। നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കാനായിട്ടുണ്ട്. कारण है कि गवाहों के ऐसा एक बड़ा बादल हमारे चारों ओर घेरे हुए हैं। ഇവിടെ നമുക്ക് സഹായത്തിന് വേണ്ടി ആരെയും കിട്ടത്തില്ല. यहाँ पर हमें मदद के लिए कोई नहीं मिल सकता है। ഇവിടെ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരും കാണുകയില്ല. यहाँ पर हमें आश्वास देने के लिए कोई नहीं मिलेंगे। ഇവിടെ നമുക്ക് ആരും സഹായത്തിന് വരികയില്ല. यहाँ पर समय पर कोई नहीं आएंगे हमें बचाने के लिए। അല്ലെന്നവര് കേരളമായിരിക്കണം. नहीं तो केरला की हालत होना चाहिए। ഈ കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലെ ഒരു ജാർഖണ്ഡുകാരൻ മോഷ്ടാവാണെന്ന് പറഞ്ഞ് BJP-ക്കാർ തല്ലിക്കൊന്നു. गया दिन में केरला में झारखंड से काम के लिए आया हुआ एक व्यक्ति था, वो अगर चोर है करके बोल के बीजेपी लोग उसको मार डाला है। ഞാൻ പത്രവാർത്തയാണ് പറയുന്നത്. मैं जो न्यूज़पेपर में आया हुआ अखबार में आया हुआ बातें करता हूँ। കേരളം മുഴുവൻ കുലുങ്ങി. केरला पूरा हिल गया है। ഇന്നലെ അവരുടെ ഭാര്യയും മക്കളും എല്ലാം നാട്ടിൽ വന്നു. कल उनका पत्नी और बच्चों सब गाँव में आया है। കേരളം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് വേണ്ടി അവരുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. केरला के सभी लोग उस परिवार के साथ में खड़ा होकर बातें करने लगा है। അതേ സമയത്ത് ഉത്തര ഭാരതത്തിൽ ഒരാളെ ചത്താൽ എത്തി നോക്കാൻ സമ്മതിക്കത്തില്ല അവര്. इसी समय में अगर उत्तर भारत में ऐसा एक व्यक्ति को हुआ है तो उनके पास जाने के लिए, उन्हें देखने के लिए भी किसी को भी अवसर नहीं मिलता है। അതുകൊണ്ട് ഉത്തര ഭാരതത്തിൽ തല്ലുകൊള്ളുന്ന ദൈവദാസന്മാരോട് പറയുന്നു, इसीलिए उत्तर भारत में जो परमेश्वर का नाम से मार खाने वाले लोगों से मैं ये कहता हूँ, നിങ്ങളെ സഹായിക്കാൻ അവിടെ മറ്റാരും കാണുകയില്ല. तुम्हें मदद करने के लिए वहां पर शायद कोई नहीं रहेंगे। വിശ്വസിച്ച് ധൈര്യപ്പെട്ടാ മതി, നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ സ്വർഗത്തിലുണ്ട്. आप विश्वास के साथ ही आप बांधो, आपको बचाने वाला एक परमेश्वर स्वर्ग में है। ദൈവത്തിന്റെ വചനം പറയുന്നു, അവനാണ് നമ്മുടെ ജാമ്യക്കാരൻ എന്ന് പറയുന്നുണ്ട്. परमेश्वर के वचन कहता है वो है हमें जामीन में लेता है। കേരളത്തിൽ ഉത്തരേന്ത്യയിൽ ആരും ജാമ്യത്തിന് നിൽക്കത്തില്ല. उत्तर भारत में कोई भी एक जो जामीन के लिए खड़ा नहीं होता है। നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണുകയില്ല. हमारे लिए बातें करने के लिए कोई नहीं होता है। പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ജാർഖണ്ഡിൽ ഒരു പള്ളി ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ചു കളഞ്ഞു. पुलिस लोगों के साथ खड़ा होकर हमें झारखंड में एक कलीसिया को ऐसा ही सत्यानाश कर दिया है। ചോദിക്കാൻ ആരുമില്ല. तो पूछने के लिए भी कोई नहीं है। സുപ്രീം കോടതി ഇറക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സലീമാ സിസ്റ്റർ ഈ മാധ്യമത്തിനകത്ത് ഇടുന്നുണ്ട്. हमें जो सुप्रीम कोर्ट ने जो डाला हुआ जो कानून है हमें हमारे ग्रुप में डालता है कभी। ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്നത് തെറ്റായിട്ട് യു പി ഗവൺമെന്റ് പറഞ്ഞു. വേദപുസ്തകം കൈവെക്കുന്നത് പാപം തെറ്റാണ്. हमें जो बाइबल हाथ में लेना वो गलत है करके गवर्नमेंट कहा है। സുപ്രീം കോടതി ഒരു ശക്തമായിട്ട് പ്രതികരിച്ചു. सुप्रीम कोर्ट ने उसका विरुद्ध में हमें एकदम आपके साथ बातें करने लगा है। സുവിശേഷം ഘോഷിക്കുന്നതിന് വിലക്ക് വരുത്തരുതെന്ന് പറഞ്ഞു.
सुसमाचार प्रचार करने के लिए रोकना नहीं करके सुप्रीम कोर्ट ने कहा है। ഇതെല്ലാം തകിടം മറിച്ചാണ് അവിടെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നത്. ये सब कुछ कानून को भी उल्टा करके आमीन वहां पर जो मसीह लोगों को सता रहा है। യേശുക്രിസ്തുവിന് വേണ്ടി ധീരതയായി നിൽക്കുന്ന ദൈവജനത്തോട് ഞാൻ തിരുവചനത്തുനിന്ന് പറയുന്നു, यीशु मसीह के लिए हियाव के साथ खड़ा होने वाला लोगों के लिए मैं परमेश्वर के वचन से कहता हूँ, കർത്താവിന്റെ കാലത്തും ശിഷ്യന്മാരുടെ കാലത്തും ജീവൻ കൊടുത്താണ് ഈ സുവിശേഷം നിലനിർത്തിയത്. प्रभु के समय में, प्रभु के चेलों के समय में भी जीवन देकर इस सुसमाचार को खड़ा किया हुआ है। ഓരോ തുള്ളി രക്തത്തിനും കണക്ക് കൊടുക്കുന്ന ദിവസം വരുന്നുണ്ട്. हमें हर एक लोग जो किया हुआ काम के अनुसार हिसाब देने वाला एक दिन आ रहा है। എബ്രായർ 13:12 വാക്യത്തിൽ പറഞ്ഞു, इब्रानियों के पत्र जो 12 अध्याय उसके 3 आयत में ऐसा कहते हैं, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചുകൊള്ളുവെന്ന് പറഞ്ഞു. इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों के इतना वाद विवाद सह लिया कि तुम जो निराश होकर हियाब ना छोड़ दो। പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. तुमने पाप से लड़ते हुए उससे ऐसी जो मुठभेड़ नहीं की कि तुम्हारा लहू बहाओ। മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുതെന്ന് പറഞ്ഞു. और तुम ये बेटा तुम परमेश्वर की शिक्षा को ताड़ना को हल्की बात ना जाना। അവൻ ശാസിക്കുമ്പോൾ മുഷിയരുതെന്ന് പറഞ്ഞു. अगर तुम तुझे डांटे तो तू हियाब ना छोड़े। കഴിഞ്ഞ ദിവസവും നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് ഒരു കാര്യം വന്നു. गया दिन में भी इसी ग्रुप में एक विषय आया था। തോമസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലെല്ലാം കമ്പിളി കൊടുക്കുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തിട്ടു. थॉमसन पास्टर के नेतृत्व में सारे जो गांवों में जो कंबल बांटने के लिए इस ग्रुप में एक നിങ്ങളുടെ ശരീരത്തിന് സംരക്ഷണയ്ക്ക് വേണ്ടി ദൈവമക്കൾക്ക് വല്ലതും ചെയ്യാൻ കഴിയും. तुम्हारा शरीर का जो संरक्षण के लिए और परमेश्वर के बच्चों के कर सकता है। ആഹാരമില്ലാത്തടത്ത് ആഹാരം എത്തിക്കാൻ കഴിയും. जहां खाना नहीं मिल रहा है वहां पर खाना पहुंचा सकता है। നിങ്ങളുടെ ഭൗതികമായ കാര്യത്തിന് ദൈവമക്കൾക്ക് എന്തും ചെയ്യാൻ കഴിയും. आर्थिक जरूरतों के लिए परमेश्वर के बच्चों को जो कुछ काम है कर सकता है। എന്നാൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി കരുതാൻ ആർക്കും കഴിയുകയില്ല. लेकिन तुम्हारे आत्माओं के लिए जो कुछ करना है वो ये दुनिया का कोई व्यक्ति से नहीं होगा। ആത്മാവിന് വേണ്ടി കരുതാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. तुम्हारा आत्माओं को बचाने के लिए दुनिया का किसी व्यक्ति से नहीं होगा, केवल तुमसे ही हो सकता है। പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, एक बार पौलुस ने ऐसा कहा है, ആപത്താകട്ടെ, വാളാകട്ടെ, നഗ്നതയാകട്ടെ, പട്ടിണിയാകട്ടെ, എന്ത് വരട്ടെ, ഞാൻ എന്റെ യേശുക്രിസ്തുവിന് വേണ്ടി അതെല്ലാം സഹിക്കുമെന്ന് പറഞ്ഞു. हमें इन्होंने ऐसा कहा है कि हमें विपत्ति आने दो, तलवार आने दो, जोखिम आने दो, जो कुछ आने दो, लेकिन मैं परमेश्वर यीशु मसीह के लिए सब कुछ मैं सह लूंगा। നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ വന്ന മറ്റൊരു വാർത്ത, ये इसी ग्रुप में और एक न्यूज आया है। യുപിയിലെ ജയിലുകളിൽ 60 വയസ്സിന് മേളിൽ പ്രായമുള്ള സ്ത്രീകൾ വരെ ജയിലിൽ കിടപ്പുണ്ട്. यूपी में जो 60 साल के ऊपर जो बहन लोग भी जो माँ लोग भी जेल के अंदर पड़ा है, അവർക്ക് ജാമ്യം കിട്ടുന്നില്ല. उनको जामीन नहीं मिलता है। ഇനി ജനുവരി 5 മാത്രമേ കോടതി തുറക്കുകയുള്ളൂ. अब ये जनवरी 5 तारीख को ये अभी कोर्ट अदालत खोलने वाला है। അവർക്ക് ആരാ കമ്പിളി കൊണ്ട് കൊടുക്കുന്നത്? उनको कौन ये कंबल ला के देंगे? അവരെ സംരക്ഷിക്കാൻ ആരുണ്ട്? उनको संरक्षण करने के लिए कौन है? എന്നാൽ അവർ സുവിശേഷത്തിന് വേണ്ടിയാകുന്നു എങ്കിൽ, लेकिन वह सुसमाचार के कारण है तो ആത്മാവിന്റെ ശക്തി സംഭരിച്ചു കൊള്ളുക. आत्मा के हमें सामर्थ्य को प्राप्त किया जाए। പ്രതിഫലം വിധിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം ദൈവം കുറച്ചു കളയത്തില്ല. हमें प्रतिफल बांटने के समय तुम्हारा भाग परमेश्वर कम नहीं करेंगे। കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നത് സൗഭാഗ്യമാണ്. प्रभु के लिए अपने जीवन त्याग देना वो सबसे बड़ा सौभाग्य है। ദൈവദാസിദാസന്മാരെ ധൈര്യപ്പെടുക. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം തമ്പുരാന്റെ ശുശ്രൂഷയെ നമ്മൾ ചെയ്യുന്നത്. ये परमेश्वर के दासी लोग है, तुम हियाब बांधना, क्योंकि आकाश और धरती को बनाया हुआ सर्वशक्तिमान की सेवकाई हम कर रहा है। അവനാണ് നമ്മളെ സഹായിക്കുന്നത്. वही ही हमें सहायता करेंगे।
അപ്പോൾ ഇവിടെ വായിച്ച വാക്യം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, यहाँ पर चौथा आयत में हम ऐसा पढ़ा है, പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എത്തി വന്നിട്ടില്ല. हमें तुमने पाप से लड़ते हुए उससे ऐसी मुठभेड़ नहीं की कि तुम्हारे जो लघु बहाव। മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുതെന്ന് പറഞ്ഞു. यहाँ पर लिखा है, ये बालको, ये मेरे पुत्रों, प्रभु के ताड़ना को हल्की बात ना जान। കർത്താവിന്റെ ശിക്ഷയെന്ന് പറഞ്ഞാൽ परमेश्वर की जो ताड़ना बोलेगा तो ചിലപ്പോൾ നല്ല വസ്ത്രമില്ലാതായിരിക്കാം, शायद कपड़ा नहीं मिला हुआ वस्त्र होगा, ചിലപ്പോ നമുക്ക് മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കുള്ളത് ഇല്ല എന്നായിരിക്കാം, शायद हमारे जीवन में जो जरूरी क्या कुछ विषय नहीं होता हुआ समय होगा, അല്ല ചിലപ്പോ രോഗമായിരിക്കാം, शायद बीमारी ही हो सकता है, അല്ല നിങ്ങൾ താമസിക്കുന്നിടത്ത് മറ്റൊരു പ്രശ്നമായിരിക്കാം. शायद आप रहते हुए जगह में दूसरा कोई समस्या हो सकता है। അവൻ ശാസിക്കുമ്പോൾ മുഷിയരുതെന്ന് പറഞ്ഞു. अब वहां पर लिखा है कि वह तुम्हें आमे जब डांटे तुम आमे हियाब ना छोड़ना। യേശുവിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാനിത് സഹിക്കുന്നത് പറയരുതെന്ന് പറഞ്ഞു. यीशु मसीह के लिए खड़ा होने के कारण मैं सब कुछ सह लेता हूँ, ऐसा ना बोलना। നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണപ്പെടാതിരിക്കുവാൻ വിശ്വാസം സ്ഥിരമായിരിക്കണമെന്ന് പറഞ്ഞു. जो नाश के और जाने वाला झुंड के साथ नहीं होने के कारण तुम विश्वास में स्थिर रहना करके कहता है। കഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. जो क्लेशों को सहते हुए स्थिर रहने वालों ही आमे जो विजय पा सकता है। അതിന്റെ 6-ാം വാക്യം വന്നപ്പോൾ जब छठवां आयत आने के समय, കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. क्योंकि प्रभु जिससे प्रेम करता है उसे ताड़ना भी करता है। കർത്താവ് ആരെ സ്നേഹിക്കുന്നു, സ്നേഹത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ശിക്ഷ വർദ്ധിക്കുമെന്ന് പറഞ്ഞു. प्रभु किसको प्रेम करता है, उनको जितना अधिक प्रेम करता है उतना उसका ताड़ना भी बढ़ते जाता है करके कहा। താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്ന് പറഞ്ഞു. और जिसे पुत्र बना लेता है उसको कोड़े भी लगाता है। അപ്പോൾ കർത്താവിന്റെ തല്ല് കിട്ടുമ്പോൾ കർത്താവ് നമ്മളെ രക്ഷയിലേക്ക് നടത്താനാണ് ഈ തല്ല് നമുക്ക് ലഭിക്കുന്നത്. जो प्रभु हमें कोड़े लगाता है तो हमें उसके साथ होने के लिए, उसके अनुसार होने के लिए हमें कभी ताड़ना मिलता है। എന്നെങ്കിലും മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്നു. जैसे बच्चों के साथ व्यवहार करता है वैसा तुमसे भी बताता हूँ। പ്രബോധനം നിങ്ങൾ മറന്നു കളയരുതെന്ന് പറഞ്ഞു. प्रबोधन तुम ना छोड़ना करके कहता है। ഒരു ദിവസം രാജു പി നായർ ഈ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ചപ്പോൾ एक बार राजू पी नायर पास ने इस प्लेटफॉर्म में भाषण देने के समय ആ ദൈവദാസൻ പറഞ്ഞു, ഒരു മകനെ തല്ലുകൊള്ളുമ്പോൾ അവൻ ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നതെന്ന്. एक बार एक पिताजी अपने बेटा को मारने के समय उस बेटा ने पूछा, आप मुझे क्यों मारते हैं? ഇപ്പോൾ ഞാൻ നിന്നെ തല്ലിയാൽ നാളെ വഴിയിലിട്ട് നാട്ടുകാർ നിന്നെ തല്ലാതിരിക്കാനാണ് ഇപ്പോൾ ഞാൻ നിന്നെ തല്ലുന്നതെന്ന് പറഞ്ഞു. मैं इसी कारण तुमको अभी मारता हूँ, अभी मैं तुमको नहीं मारेंगे, जो रास्ता में डाल के दुनिया तुमको मारेंगे वो ना होने के लिए मैं अभी से तुमको मारता हूँ। എന്റെ 2 മക്കളോട് ചോദിച്ചാൽ ശരിയായിട്ട് പറയും, ശരിയായ അടി കൊടുക്കും. हमें पास्टर के दोनों बच्चों से पूछेगा तो बताएंगे बराबर उन लोग मार खाता है। എന്റെ അപ്പനും അതുപോലെ എന്നെ തല്ലിയിട്ടുണ്ട്. क्योंकि पास्टर के पिताजी भी वैसा ही पास्टर को मारा है। ഞാനും എന്റെ 2 മക്കളെ അടിച്ചിട്ടുണ്ട്. हमें पास्टर भी दोनों बच्चों को ऐसा मारा हुआ है। അപ്പോൾ അതെന്തിനായിരുന്നു എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. तो क्यों ऐसा मारा है करके अभी वो जानते हैं। എന്റെ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ തല്ലുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞു. यीशु मसीह भी कहता है, मैं तुम्हें इसलिए वो दंड देता हूँ, शिक्षा देता हूँ कि मैं तुमसे प्रेम करता हूँ इसी कारण। അത് നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങളാലായിരിക്കും. शायद वो छोटे छोटे बीमारियां हो सकता है। ഉടനെ ഓടി ആശുപത്രി പോയാൽ ആ ശിക്ഷയായിട്ട് തോന്നത്തില്ല. जल्दी हमें हॉस्पिटल में जाएगा तो वो दंड है करके मालूम नहीं पड़ेंगे। ഒത്തിരുന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കണം. हमें बैठ के हमें प्रार्थना करके उससे छुटकारा पाना है। രോഗശാന്തി ദൈവമക്കളുടെ അവകാശമാണ്. बीमारी से जो चंगाई है परमेश्वर के बच्चों का हक है। അത് കർത്താവ് തന്ന ശിക്ഷയാണെന്ന് കരുതണം. वो परमेश्वर दिया हुआ दंड है या शिक्षा है करके जानना है।
ഞാന് ഗുജറാത്ത് ഗോത്രയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയി. तो इधर से गुजरात वडोदरा में परमेश्वर का सेवकाई के लिए गया। അത് 1985 मैं जो 1985 में है। അന്ന് എന്റെ മകൾക്ക് 10 മാസത്തെ പ്രായമേ ഉള്ളൂ. तब पास्टर का जो बेटी केवल 10 महीना की है। അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു അമ്മാമ്മയുണ്ട്. वहां पर एक आंटी थी। ഈ കുഞ്ഞ് നല്ല ചമക്ക് നല്ല മോഹമൊക്കെയാ, ഉരുണ്ടിരിക്കും. ഈ അമ്മാമ്മ ഇങ്ങോട്ട് വന്ന് താടിക്ക് ഒരു തട്ട് തട്ടിയിട്ട് ആ കുഞ്ഞു ജിനുവേ നന്നായല്ലോ ഇതൊന്ന് പറയും. हमें जो बच्चा एकदम अच्छा से हट्टा कट्टा है, इसलिए उसके दाढ़ी में ऐसा हाथ लगा के बोलेंगे हाँ मैं तो बहुत अच्छी हो गया है। അമ്മാമ്മയെ ഉള്ളിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് കൊച്ചു വയറ്റിളക്കവും ആരംഭിക്കും. हमें जो आंटी जाने के समय बच्चे को जुलाब शुरू हो जाता है। അയ്യോ, സഹിച്ച് സങ്കടപ്പെട്ടു. हमें बहुत कुछ सहते सहते बहुत दुख उठाया। ഒടുവിൽ ഞാൻ ഈ അമ്മാമ്മയോട് പറഞ്ഞു, आखिरी में जो आंटी से ऐसा कहा, രക്ഷയില്ലാതെ പറഞ്ഞതാ. जो सह नहीं सकते हुए उनको कहा, അമ്മാമ്മേ മനസ്സിലിരുന്നാലും പറയരുത് എന്ന് പറഞ്ഞു. आंटी आपका मन में ऐसा बात है तो भी आप बाहर मत बोलिए। നമ്മൾ പെന്തക്കോസ്തിലായാ പിന്നെ അതൊക്കെ നമ്മളങ്ങ് വിട്ടുകളെ. ഞാനും വിട്ടുകളഞ്ഞതാ. हम पेंतकोस्त में आने के बाद ये सब हम छोड़ देता है, मैं भी छोड़ दिया हुआ है। ഈ ദോഷമുള്ളത് പിശാചാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. हमें इसी जो बुराइयां की हालत शैतान हमें हमारे जीवन में आने देता है। അതിന് മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് വിടക്ക് കണ്ണ് എന്നാണ്. വിടക്ക് കണ്ടവരെ സ്വർഗത്തിൽ പോകത്തില്ല. हाँ, मलयालम बाइबल में लिखा है जो बुरा नजर है, जो बुरा नजर वाला जो स्वर्ग में नहीं जाता है। അതിന് ഹിന്ദിക്കാര് പറയുന്നത് ബുരി നെതറുവാല എന്നാ. ബുരി നെതറുവാല. हमें जो बुरी नजर वाला करके कहते हैं हिंदी में। അതിനാണ് ഈ ചെരുപ്പും ലാടവും ഒക്കെ കെട്ടിയിടുന്നത്. हमें इसलिए जो चप्पल और जो घोड़े के पैर में लगाने वाले ये सब कुछ बांध के रखता है कई लोग। പച്ചമുളകൊക്കെ വീടിന് മുന്നേ കെട്ടി തൂക്കിയിടുന്നത് അതിനാ. हाँ, कई लोग घर के सामने ये सब लगा के रखता है जो बुरी नजर ना लगने के लिए, എനിക്കത് ചെയ്യാൻ പോകാൻ ഒക്കത്തില്ലല്ലോ. क्योंकि मुझे ये काम नहीं कर सकता है। ഒടുവില് രക്ഷയില്ലാതെ വന്നു. ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞു. हमें बात ने कहा है कि हमें प्रार्थना भी नहीं चाहिए, आप मत आइए। ഏതായാലും ഒടുവിൽ ഒരു തട്ട് തട്ടി വെച്ച് പോയി. आखिरी में उसने ऐसा करके गया है। 22 ദിവസം മുലപ്പാല് കുടിക്കുന്ന അതുപോലെ പിരിഞ്ഞു പോരും. हमें जैसा 22 दिन उसने जो दूध पीता है वैसा ही चले जाने लगा। അങ്ങനെ സഹികെട്ട് 24ാമത്തെ ദിവസം ഞങ്ങൾ കിടക്കുന്ന നിലത്താ കിടക്കുന്നത്. ആ മെത്തേന്ന് കൊതുവലയ്ക്കകത്തൊന്ന് കൊച്ചിനെ എടുത്ത് വെളിയിലിട്ടു. हमें ऐसा हमें जो 22 दिन तक हो गया है बच्चा का जो हालत बहुत बुरी हो रहा है, उसी समय हम जो जमीन में बेड डाल के सोता है वहां से बच्चों को निकाल के बाहर डाला। ദൈവത്തോട് പറഞ്ഞു, ഒന്ന് ഈ ബന്ധനം അഴിച്ചു തരണം, അതല്ല എന്ന് വരികിൽ നാളെ ഇതിന്റെ ശവസംസ്കാരം നടത്തണമെന്ന് പറഞ്ഞു. परमेश्वर से ऐसा कहा, परमेश्वर 1-2 इसका छुटकारा दे देना, नहीं तो कल इसका हमें अंतिम संस्कार कर देना। അത്രയും സഹികെട്ട് ഞാനത് പറയേണ്ടി വന്നു. उतना तक सह नहीं सकता हुआ अवस्था में आया, इसलिए ऐसा कहा। ഞാൻ കൊച്ചിനെ എടുത്ത് കളഞ്ഞെങ്കിൽ എന്റെ ഭാര്യ കളയത്തില്ല. मैं पास्टर अपने बच्चों को ऐसा उठा के डाला है तो भी उनका पत्नी ऐसा नहीं करेंगे। എന്റെ ഭാര്യ പിന്നെ കൊച്ചിനെ എടുത്ത് അടുക്കല് പൊതിച്ചു മൂടി കിടത്തി. हमें पास्टर के पत्नी बच्चों को उठा के अपने पास रख के हमें उसको चादर ओढ़ के सुलाया। നേരം എടുത്തപ്പോൾ കൊച്ചിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. जब सुबह होने के समय परमेश्वर उस बच्चों को संपूर्ण चंगाई दे दिया। അതിനുശേഷം ബാധ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. उसके बाद अभी तक ऐसा कुछ अवस्था नहीं आया है। ഞങ്ങൾ ബോംബെയിലായിരുന്ന കാലത്ത് जब हम मुंबई में थे, ഞാനിത് പറയുന്നത് ബാലശിക്ഷയുടെ കാര്യമാ പറയുന്നത്. मैं ये बात इसलिए कहता हूँ, हमें परमेश्वर की ओर से जो ताड़ना आता है उसी के बारे में। ഞാൻ താമസിക്കുന്ന ആ ഫ്ലാറ്റില് परमेश्वर की दास से रहता था उसी फ्लैट में। ആ ഫ്ലാറ്റിൽ ഒരു പെന്തക്കോസ്തുകാരത്തി അമ്മാമയുണ്ട്. और उसी फ्लैट में एक पेंतकोस्त चर्च में जाने वाला एक आंटी थी। അപ്പൊ ഞാന് എന്റെ ഭാര്യ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുമായി ഉപവസിച്ച് പ്രാർത്ഥിക്കും. पास्टर पत्नी और दोनों बच्चा उपवास लेके प्रार्थना करते हैं। കുഞ്ഞുങ്ങൾ ഉപവസിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ തള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ആകർഷമായ ആഹാരം കൊണ്ട് കൊടുക്കും ഉപവാസം മുടക്കാനായിട്ട്. ये बच्चे लोग भी उपवास में बैठा है करके मालूम पड़ेगा तो जो बाजू में रहने वाला जो आंटी है उसने बच्चे लोगों का पसंद वाला कुछ ना कुछ बना के किया कि बच्चे लोगों को देख के उनका उपवास को तोड़ देता है। ആ
അങ്ങനെ ഞങ്ങൾ കഠിന ഉപവാസത്തെ 3 ദിവസം ഇരിക്കുക. ऐसा हम 3 दिन कठिन उपवास में बैठा था. ഇത് ഈ അമ്മാമ അറിഞ്ഞുകൊണ്ട് ചെറിയ ഇറച്ചി കൊണ്ട് തന്നു. ये आंटी ये जानते हुए थोड़ा हमें मटन ला के दिया. ആ ഇറച്ചി വേവിച്ച് ഞങ്ങൾ ആഹാരം കഴിച്ചു. उस मटन को लेके खाना बना के खाया. ഞാനും മോനും മോളും ഒരുപോലെ വയറ്റിളക്കം അങ്ങ് തുടങ്ങി. ഒരുപോലെ വയറ്റിളക്കം തുടങ്ങി, വയറിളകാൻ തുടങ്ങി. पास्टर और पास्टर की बेटी और बेटा ये तीनों को एक ही समान जुलाब आने लगा. എന്റെ ഭാര്യ ഇറച്ചി കൂട്ടി, പുള്ളിക്കാരത്തേക്ക് ഒരു കുഴപ്പവുമില്ല. पास्टर के पत्नी ने जो मटन खाया उनको कुछ प्रॉब्लम नहीं हुआ. ഉയ്യോ, അന്ന് രാത്രി അനുഭവിച്ചതിനെ കുറിച്ച് പറയണ്ട. उस दिन रात को इतना ही सह लेना पड़ा है, उसके बारे में बोल नहीं सकता है. ഒടുവിൽ ആ പിശാചിനെ ശാസിക്കേണ്ടി വന്നു. बाद में उस शैतान के कामों को डांटना पड़ा. ഇതിനൊന്നും ആശുപത്രി പോകുന്നില്ലെന്ന്. हमें इसी कामों के लिए हॉस्पिटल में नहीं गया, नहीं जाना. ദൈവം അതിന് പ്രതികാരം ഇപ്പുറത്ത് കണ്ടിട്ടാണ് അപ്പുറത്ത് ഈ പരീക്ഷ നമുക്ക് തരുന്നത്. हमें परमेश्वर इसका छुटकारा देख के हमारे जीवन में यह परीक्षा अनुमति देता है. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, 7वां आयत में ऐसा कहा है, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുമെന്ന് പറഞ്ഞു. हमें तुम दुख को ताड़ना समझकर सह लो, परमेश्वर तुम्हें पुत्र जानकर तुम्हारे साथ वर्ताव करता है. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു. वह कौन सा पुत्र है जिसकी ताड़ना पिता नहीं करता है? നമ്മുടെ യേശു നമ്മുടെ അപ്പൻ എന്ന് പറയുന്നു എങ്കിൽ यीशु हमारे पिता है करके हम कहता है तो അവൻ തരുന്ന ബാലശിക്ഷ നാം അനുഭവിച്ചിരിക്കണം. वह देता हुआ जो ताड़ना को हम हल्की बातों को समझ के लेना है. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, അവർ കൗരടയന്മാരാണെന്ന് പറഞ്ഞു. यदि वह ताड़ना जिसके भाग्य सब होते हैं तुम्हारी ही नहीं हुई तो तुम पुत्र नहीं है पर व्यभिचार की संतान ठहरे. അപ്പൊ മക്കളാണെങ്കിൽ ശിക്ഷയുണ്ട്, നടപടിയുണ്ട്. तो बच्चा है तो तुम्हारा वो ताड़ना मिलता है. അത് ഇങ്ങനെ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ नीचे ऐसा बोल के आने के समय അപ്പൊ നമ്മളെ എങ്ങനെങ്കിലും വിശുദ്ധീകരിച്ച് നീതീകരിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കണമെന്നാണ് കർത്താവിന്റെ ലക്ഷ്യം. किसी भी कारण हमें जैसा हमें शुद्धिकरण करके पवित्रताई के द्वारा परमेश्वर के पास पहुंचाना, यह है प्रभु की. നമ്മൾ വായിച്ച വാക്യം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്നുള്ളതാണ്. हम जो पढ़ा हुआ जो वचन है कि हम नाश होकर हमें जाने वाला झुंड के साथ नहीं है, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. आत्मा की जो प्राण की रक्षा पाने वाला लोगों के साथ में है. ഇനിയും 12-ാം അധ്യായം 14-ാം വാക്യം വന്നപ്പോൾ जो 12वां अध्याय उसके 14 में आएगा तो അപ്പോൾ അതിന്റെ ബാലശിക്ഷ കഴിഞ്ഞു, ദൈവോപദേശത്തിൽ നിൽക്കുക. जो ताड़ना सब होके परमेश्वर के उपदेश में खड़ा हुआ है. വഴക്കും പ്രശ്നവും വയ്യാവേലിയും തന്നെയാ വന്നു കയറുന്നത്. हमें जो झगड़ा और हमें समस्या और भी बढ़ते जाता है. സമാധാനം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. लोगों के जीवन में समाधान नष्ट हो गया है. അപ്പോ പൗലോസ് പറയുകയാണ്, तभी पौलुस ने ऐसा कहा है, എല്ലാവരോടും സമാധാനം ആചരിക്കണമെന്ന് പറഞ്ഞു. ആചരിക്കണം, सबसे मेल मिलाप रखने के लिए कहा है. എല്ലാവരോടും സമാധാനം ആചരിക്കണം. सभी से मेल मिलाप रखना ശുദ്ധീകരണം പ്രാപിക്കണം. और शुद्धिकरण प्राप्त करना. അപ്പോൾ സമാധാനം ആചരിക്കാമെങ്കിൽ ശുദ്ധീകരണം ഉണ്ടാകും. तो मेल मिलाप रखिएगा तो जो पवित्रताई भी हो सकता है. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് പറഞ്ഞു. क्योंकि पवित्रताई बिना पवित्रताई का कोई भी परमेश्वर को देख नहीं सकेंगे. ആരും ദൈവകൃപ വിട്ടുകളയരുതെന്ന് പറഞ്ഞു. कोई भी परमेश्वर के अनुग्रह से दूर ना होना. ദൈവകൃപ വിട്ടുകളഞ്ഞാൽ ഉണ്ടാകുന്ന 7 കാര്യം ഇവിടെ താഴോട്ട് പറയുന്നുണ്ട്. परमेश्वर के अनुग्रह से परे रहेगा तो अब वंचित रहेगा तो होने वाला 7 बातें यहाँ पर लिखा हुआ है. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, हम नाश की ओर जाने वाला झुंड में नहीं है, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. अपने प्राण की बचाव में आया हुआ झुंड के साथ है. 15-ാം വാക്യത്തിൽ പറഞ്ഞു, ആരും ദൈവകൃപ വിട്ട് പിന്മാറരുതെന്ന് പറഞ്ഞു. 15 आयत में लिखा है कोई भी परमेश्वर के अनुग्रह से वंचित ना रहे. അപ്പോൾ പിന്മാറി കഴിഞ്ഞാൽ जो पीछे मुड़ जाएगा तो വല്ല കയ്പുള്ള വേര് മുളയ്ക്കുമെന്ന് പറഞ്ഞു. हमें वहां पर लिखा है कि वहां पर कोई हमें कड़वाई जड़ उत्पन्न होंगे. കയ്പുള്ള വേര് മുളച്ചു കഴിഞ്ഞാൽ
जो कड़वापन के जड़ उत्पन्न होएगा तो കലക്കമുണ്ടാക്കുമെന്ന് പറഞ്ഞു. वहां पर हमें जो हमें पूरा അത് 15-ാം വാക്യം 15-ന്റെ. अशुद्ध हो जाता है, അപ്പോൾ കലക്കമുണ്ടാക്കാനിടയാകും. या जो कड़वेपन हो जाता है, അത് നമ്മുടെ സഭകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. कि हमारे कलीसियों में हम देखते हैं कि അനേകർ അതിനാൽ മലിനപ്പെടുമെന്ന് പറഞ്ഞു. बहुत सारे लोग ये कड़वापन के द्वारा जो अशुद्ध हो जाता है. ഇന്ന് പെന്തക്കോസ്ത് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു ബാധ ഏതാണ്? आज कलीसिया में हुआ सबसे बड़ा एक बाधा ये है कि ഹിന്ദു മജിസ്ട്രേറ്റുമാരുടെ മുന്നിലാണ് ഇന്ന് സഭായോഗം നടത്തേണ്ടത്. हमें जो हिंदू जो मजिस्ट्रेट लोग हैं उनके पास सामने हम आराधना चलाना पड़ता है. അങ്ങനെ വരുമ്പോൾ അനേകർ ദുർനടപ്പ് ആചരിക്കാൻ തുടങ്ങും. वैसा होने के समय जो अशुद्ध काम करना शुरू कर देता है. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി മാറും. हमें जो हमें एक बार का जो खाने के लिए ये भोजन के लिए पहलोटा का अधिकार को बेच डाला हुआ जो एसाव के समान हो जाएंगे. ഇന്ന് കേരളത്തില് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നലെ സത്യപ്രതിജ്ഞയായിരുന്നു. हमें जो गया दिनों में केरला में जो पंचायत में इलेक्शन होके उसका जो शपथ खाई हुई दिन था कल, പെന്തക്കോസ്തുകാര് തന്നെ 46 പേരെ വിജയിച്ചു. पेंतकोस के अंदर से हमें जो 46 लोग विजय पाया है. ഞാനത് പേപ്പർ വാർത്തയും ഈ ഗുഡ് ന്യൂസിലും വന്ന കാര്യമാ പറയുന്നത്. जो पेपर में आया हुआ और गुड न्यूज में आया हुआ जो बातों को मैं कहता हूँ. രാഷ്ട്രീയത്തിൽ പെന്തക്കോസ്തുകാര് 46 പേര് വിജയിക്കണമെങ്കിൽ എത്ര പേര് മത്സരിച്ചു എന്നുള്ളത് ചിന്തിക്കണം. हमें जो इस हमें पॉलिटिक्स में अगर 46 लोग जीत गया है तो कितना बंदकोस लोग उसमें खड़ा हुआ करके आप जरा सोचिए. അഭക്തതയുടെ ലക്ഷണം അതിനകത്ത് വന്നു കയറി. क्योंकि अभक्ति का सारे विषय इसके अंदर आ गया है. അവരെ അഭക്തരായി തീരുകയും ചെയ്യാതെ ഇരുപ്പാൻ കരുതിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ऐसे हमें जो अभक्ति होकर जो अधर्मी होकर ना जाने के लिए संभाल होकर के वचन कहते हैं. അവരുടെ പിന്നത്തെ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരപ്പെടുന്നതിന് ഇടം കിട്ടിയില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. तुम जानते हो कि हमें बाप के जब उसने आशीष पाने चाहिए तो अयोग्य गिना गया और आंसू बहा बहा कर खोजने पर भी मन फिराव का जो अवसर उसे नहीं मिला. അപ്പോൾ എബ്രായ ലേഖനം 10:39 നമ്മൾ വായിച്ചത്. इब्रानियों के पत्र 10वां अध्याय उसका 39 आयत में ऐसा पढ़ा है, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, हम नाश के और जाने वाला झुंड के साथ नहीं है, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നത് എന്ന് പറഞ്ഞു. विश्वास करके जो प्राण के बचाव के लिए जाता है उसी झुंड के साथ है करके कहा. എന്നിട്ടാണ് പറയുന്നത്, उसके बाद ये कहता है कि ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്. इसी कारण गवाहों के ऐसा एक बड़ा बादल हमारे चारों ओर घेरे हुए है करके कहता है. ഇന്നൊരു ദൈവവൈദ്യന് വേണ്ടി സാക്ഷി നിൽക്കാൻ ആരെ കിട്ടത്തില്ല. आज एक परमेश्वर का बच्चों के लिए गवाही के साथ खड़ा होने के लिए कोई नहीं मिलता है. ഞാനിത് വിശേഷാൽ ഉത്തര ഭാരതീയർക്ക് വേണ്ടിയാ പറയുന്നത്. मैं ये उत्तर भारत के लोगों के लिए खास ये कहता हूँ. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, मेरे आवाज सुनने वाला परमेश्वर का दासी दास लोग हो, നിങ്ങൾ വേദനയോടെയാണ് കർത്താവിന്റെ വേല ചെയ്യുന്നതെങ്കിൽ, आप दर्द के साथ बोझ के साथ परमेश्वर का सेवकाई करता है तो നിങ്ങൾ കരുതിക്കൊള്ളു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു വലിയ ജനസമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. आप ये समझना कि आप अकेला नहीं है, आपके साथ सबसे बड़ा एक झुंड है. നമ്മൾ കരുതി നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. हम ये सोचता है कि हम अकेला खड़ा है, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് കരുതും, मुझे मदद करने के लिए कोई नहीं है करके आप सोचेंगे, എന്നെ കാണാൻ ആരുമില്ലെന്ന് കരുതും, मुझे देखने वाला कोई नहीं है करके आप सोचेंगे, എന്റെ പ്രസ്ഥാനം എന്നെ നോക്കാനില്ലെന്ന് പറയും, मेरा संस्था मुझे देखता नहीं है करके सोचेंगे, എനിക്ക് സഹായം തരാൻ ആരുമില്ലെന്ന് പറയും, मुझे मदद करने के लिए कोई नहीं रहेंगे, ആശുപത്രി കൊടുക്കാൻ കാശ് തരാൻ ആളില്ലെന്ന് പറയും. हॉस्पिटल में देने के लिए पैसा नहीं है करके सोचेंगे. ഞാൻ എന്റെ ഒരു കാര്യം പറയാം. मैं मेरा एक बात कहना चाहता हूँ.
ആശുപത്രി കൊടുക്കാൻ കാശ് ചോദിച്ചാൽ ഞാൻ കൊടുക്കത്തില്ല. जो हॉस्पिटल में जाने के लिए पैसा मांगेगा तो मैं नहीं देता है. നീ പോയിരുന്ന് പ്രാർത്ഥിക്കും. നിന്റെ ശോധന കഷ്ടതയുടെ സമയത്ത് നീ ദൈവവേദനാണെങ്കിൽ പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിക്ക്. तुम्हारे ये समस्या का समय में है तो तुम्हारा बीमारी का छुटकारा पाने के लिए तुम जाके बैठ के प्रार्थना करके छुटकारा प्राप्त करो. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം ഓർപ്പിക്കുക. പിന്നെയും मैं इस प्लेटफॉर्म में भी कहा हुआ एक बात और याद दिलाना चाहता हूँ. ഞങ്ങള് പത്തനംതിട്ടയിൽ ഭാര്യ പറഞ്ഞ ഒരാച്ചൻ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രവാചകൻ ഉണ്ടായിരുന്നു. पतनमतिट्टा में वारियाचन योनाचन करके एक व्यक्ति था, एक बड़ा भविष्य था. ഞാനും പ്രവചനം കേൾക്കാൻ അദ്ദേഹത്തിന് ഒരിക്കൽ പോയിട്ടുണ്ട്. मैं भी प्रभु के दास भी उधर भविष्यवाणी सुनने के लिए एक बार गया हुआ है. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഒരു മകൻ കർത്താവിന്റെ വേലക്കാരനാണ്. उनका जो बड़ा भाई का एक बेटा परमेश्वर का सेवकाई में है. ഇതുപോലൊരു ഓൺലൈനിൽ ഞാനും എന്റെ ഭാര്യയും 2 മൊബൈൽ ചാലുവാക്കി വീഡിയോയിൽ ഇരിക്കുകയാണ്. ऐसा हमें उनका एक सभा में पास्टर और उनका पत्नी दोनों मोबाइल का वीडियो चालू करके बैठा हुआ था. എന്റെ ഭാര്യയുടെ നേർക്ക് മറിയാമ എന്ന പേര് വിളിച്ചിട്ട് പറഞ്ഞു, पास्टर का पत्नी को देखकर मरियमा नाम करके पुकार के ये कहा है, മരണത്തിന്റെ ശവക്കുഴി തോണ്ടിയതാണ് നിനക്ക് വേണ്ടി. हमें तुम्हारे लिए मृत्यु का गड्ढा खोल दिया था. നിന്റെ പുറകെ പ്രാർത്ഥിക്കുന്നതായ കുറച്ച് ദൈവമക്കൾ ഉണ്ടായിരുന്നു. तुम्हारे पीछे प्रार्थना करने वाला परमेश्वर के बच्चे लोग थे. അവരുടെ പക്ഷപാതമാണ് ഇന്ന് നീ ജീവനോട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. उनका जो विनती के कारण तुम आज भी जीवित रहता है करके कहा. അവരുടെ നിലവിളിയാണ് ജീവനോട് ഇതിന്റെ മുന്നേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. हमें उनका जो रोना है तुम्हें आज भी जिंदा रखा है. ഞാനപ്പോൾ 2 ഗ്രൂപ്പ് എന്റെ മനസ്സിൽ വന്നു. जो 2 बातें मेरे मन में आया. നമ്മുടെ ഈ ഗോഡ്സ് മിഷനിൽ ഒരു പ്രശ്നമുണ്ടായ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആത്മാർത്ഥതയുടെ നടുവിൽ നിന്ന് പ്രാർത്ഥിക്കും. क्योंकि हमारा गॉड्स मिशन का गॉड्स मिशन में अगर एक प्रार्थना निवेदन देगा तो सभी लोग हमें दिल लगाकर मन से सभी लोग उस विषय के लिए एक साथ होकर प्रार्थना करते हैं. അതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. उसका एक बात मैं कहना चाहता हूँ. ഞാനും എന്റെ ഭാര്യയും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. पास्टर और पास्टर का पत्नी इस प्लेटफॉर्म में है. എന്റെ മകനും മരുമകളും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. पास्टर का बेटा और बहू भी इसी प्लेटफॉर्म में है. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാ. क्योंकि आप लोग पास्टर का पत्नी के लिए प्रार्थना किया वो सच्ची बात है. അലറി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു സഭ എന്റെ മകന് ബോംബെയിൽ ഉണ്ടായിരുന്നു. हमें ऐसा ही रोक के विलक करके प्रार्थना करने के लिए एक कलीसिया मुंबई में पास्टर का बेटा के लिए था. ദൈവം ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ടു, സൗഖ്യം വരുത്തി. परमेश्वर के बच्चों का प्रार्थना सुनकर चंगाई दे दिया. ആര് പറഞ്ഞു? എന്റെ ഭാര്യ അറിയാത്തൊരു പ്രവാചകൻ പറഞ്ഞു. हमें पास्टर का पत्नी को ना जानने वाला एक भविष्य वक्ता ने ऐसा कहा. ദൈവമക്കൾക്ക് പരിശോധന വരും. परमेश्वर का बच्चों को अगर परीक्षा आता है, ദൈവമക്കൾക്കാണ് രോഗം വരുന്നത്. परमेश्वर के बच्चों की ही बीमारियां आता है. ദൈവമക്കൾക്കാണ് കഷ്ടം വരുന്നത്. परमेश्वर के बच्चों की ही कष्ट आता है. ഓമന സഹോദരി പല പ്രാവശ്യം പല പ്രശ്നങ്ങളും നാട്ടിൽ വന്നും മടങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. इस प्लेटफॉर्म में ओमना ससुरा के कई बार उसके अनुभव जब आने के समय जाने के समय भी उनका जीवन में हो गया अनुभव को उसने बांटा है. അവരൊക്കെ പ്രാർത്ഥനയോടുകൂടെയാണ് വിജയം നേടിയിട്ടുള്ളത്. वो सभी लोग प्रार्थना के द्वारा ही जीत गया है. ഉത്തര ഭാരതത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരെ, उत्तर भारत में मेरे आवाज सुनने वाला प्रियो, കർത്താവിന്റെ നാമത്തിന് വേണ്ടി സ്ഥിരമായി അവന്റെ കയ്യെ പിടിച്ചു നിൽക്കണം. നമ്മള് हमें परमेश्वर के हाथों को पकड़ के हर दिन हम स्थिर होके खड़ा होना चाहिए. വിശ്വാസം വർദ്ധിച്ചു കിട്ടണം. हमारा विश्वास हर दिन बढ़ना चाहिए. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കണം. प्रार्थना करके परमेश्वर से मांग के लेना है आशीषों को. അത് രോഗശാന്തിയാകട്ടെ, तो बीमारी का चंगाई होने दो, അത് ഭൂതങ്ങളുടെ പ്രവൃത്തിയാകട്ടെ. दुष्टात्मा से छुटकारा होने दो. ഞാന് ഗോത്രയിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ गोदरा में परमेश्वर के दास सेवकाई करने के എന്റെ समय അടുത്ത റൂമിൽ ഒരു ബ്രാഹ്മണനാ താമസിക്കുന്നത്. हमें बगल में रहते हुए एक ब्राह्मण परिवार थे. അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. उनको प्रभु के दास का सेवकाई बहुत दुख के जैसा लगा. അവരുടെ ഒരു മോൻ ഒരു ദിവസം ഓടി ഇങ്ങോട്ട് വന്നു. एक बार का बेटा भाग के हमारे पास आया. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യയോട് ഒരു ഗ്ലാസ് പാല് മേടിച്ചോണ്ട് പോയി. हमें पास्टर का पत्नी से 1 गिलास दूध लेके गया. അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചായ ഇട്ടിട്ട് കൊണ്ടുവന്ന്
എന്നെ തന്നിട്ട് പറഞ്ഞു അങ്ങള് മാറ്റി കുടിച്ചോളാൻ പറഞ്ഞു. उनके घर में लेके जाके चाय बना के लेके आके बोला ये आंटी और अंकल ये चाय पीना. പെട്ടെന്ന് ദൈവാത്മാവനോട് പറഞ്ഞത് കുടിക്കരുതെന്ന് പറഞ്ഞു. परमेश्वर की आत्मा ने मुझे कहा है कि ये मत पीना. ഞാനത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. मैंने उसको फेंक दिया. പിന്നീട് അത് വെളിപ്പെട്ടു വന്നു. बाद में वो प्रकट हुआ है. ഒരു ദിവസം നല്ല ലഡു ഉണ്ടാക്കി, വലിയ ലഡു ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ട് തന്നു. एक बार उसने बड़ा लड्डू बना के लेके आके हमें दे दिया. ദൈവാത്മാവ് പറഞ്ഞു തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. परमेश्वर की आत्मा ने कहा ये छूने का भी नहीं. ഇങ്ങനെ ശത്രു പല വിധത്തിൽ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. हमें शत्रु ऐसा कई रीति से हमारे विरुद्ध लड़ेंगे. അത് ബൈബിൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. बाइबल यही सिखा रहा है. അത് നിന്റെ കുടലെ പറ്റിപ്പിടിക്കുമെന്നാണ്. वो तुम्हारा आमेन अंदर आमेन जो अंदर के भागों में चिपकी रहेंगी. ഛർദ്ദിച്ച് കളയേ പറ്റുകയുള്ളൂ. हमें सिर्फ उसको उल्टी ही कर सकता है. ഒരു കാലത്ത് ഛർദ്ദിപ്പിക്കാൻ ദൈവദാസന്മാരുണ്ടായിരുന്നു. एक समय में ऐसा प्रभु के दास लोग था ऐसा चीजों को उल्टी के द्वारा बाहर निकालने वाला. എന്നാൽ ഇത് അതില്ലാത്തത് കൊണ്ട്, ഇന്ന് ഇല്ലാത്തത് കൊണ്ട് लेकिन आज के जमाने में वैसा नहीं होने के कारण പൗലോസ് പറയുകയാണ്, पौलुस ने कहता है നിങ്ങൾ ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും അംശിയാകാൻ പാടില്ല എന്ന് പറഞ്ഞു. दुष्टात्माओं के मैच में और परमेश्वर के मैच के भी भागीदार नहीं होना. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു, मेरा शब्द सुनने वाला परमेश्वर के बच्चों से कहता हूँ ജാതികളുടെ പ്രസാദത്തിന് ഞാൻ പോകരുത്. जाति लोगों का जो प्रसाद लेके आएगा वो खाने के लिए अब ना जाना. യേശുവിന്റെ കർത്താവിന്റെ മേശ എടുക്കുന്നെങ്കിൽ, हमें यीशु मसीह के वचन को आप पालन करता है तो കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കാൻ പോകരുത്. प्रभु का क्रोध हमें भटकने के लिए हम तुम नहीं जाना है. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടിരിക്കും. हमें तुम प्रार्थना करेगा तो परमेश्वर सुनेंगे. ആകയാൽ നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തിലല്ല, इसलिए नाश की ओर जाने वाला झुंड की ओर नहीं है, ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാകുക. जीवन की रक्षा प्राप्त करने वाला झुंड में होना चाहिए. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों से प्रभु हम सभी लोगों को आशीष देने पाए. അവസരം തന്ന രാജു